ക്രാഷ് നടക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു റൂട്ടീൻ എങ്ങനെയാ? എല്ലാം സൈലം. നീറ്റ് എക്സാമിനേഷൻ ഹാളിൽ എന്താ അവസ്ഥ? ചില്ലായിട്ടാണ് പോയി എഴുതിയത്. ക്രാഷ് കോഴ്സ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഫിസിക്സ് ഭയങ്കര പാടായിരുന്നു. പഠിപ്പിക്കുന്നതൊക്കെ നല്ലോണം മനസ്സിലാക്കി തരുമായിരുന്നു സാറ്. മനസ്സിലായി തുടങ്ങിയപ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പോയി. എന്റെ കൂടെയുള്ളത് ദേവി, നമ്മുടെ സ്വന്തം ദേവി നന്ദന. സൈലത്തിന്റെ ക്രാഷ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇന്ന് ഞാൻ ദേവിയുടെ കൂടെ നിൽക്കുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. +2 പഠിക്കുമ്പോൾ അല്ലെങ്കിൽ +2 പരീക്ഷ മാർച്ചിൽ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി സൈലത്തിന്റെ ഭാഗമാവുക, ക്രാഷ് പ്രോഗ്രാമിലൂടെ അടിപൊളിയായി പഠിച്ച് ആ നീറ്റ് എക്സാമിനേഷനിൽ തന്നെ നല്ല മാർക്ക് വാങ്ങി ഇതാ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുകയാണ് ദേവി. ദേവിയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയുന്നത്. ഇപ്പൊ ദേവി +2 കഴിഞ്ഞ ഉടനെയാണ് എക്സാം എഴുതിയിട്ട് ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നത്. എങ്ങനെയാണ് ആക്ച്വലി, അല്ലെങ്കിൽ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആകണം MBBSയിലേക്ക് ചേരണം എന്നൊക്കെയുള്ള ഒരു വിളിയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, അത് ശരിക്കും എവിടുന്നാ തുടങ്ങുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ 10th കഴിഞ്ഞിട്ട് എല്ലാവരും ചോദിക്കില്ലേ എന്ത് കോഴ്സാ ചേരുന്നേ, അതുകൊണ്ട് ഏതാ സയൻസ് ആണോ സോഷ്യൽ ആണോ. അപ്പോഴൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. വീട്ടുകാർ പറഞ്ഞു സയൻസ് എടുക്ക്, ഓക്കെ സയൻസ് എടുത്തു. എന്നിട്ട് എനിക്ക് ഡോക്ടറാണോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് എല്ലാവരും ചേർക്കുന്ന പോലെ എന്നെയും ഒരു നീറ്റിന്റെ ബേസ് പോലെ ഒരിടത്ത് ചേർത്തായിരുന്നു. ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. അച്ഛനും +2 ഡിസംബർ +2 കഴിയാറായപ്പോ ഡിസംബറിൽ എൻ്റെ അപ്പൂപ്പ മരിക്കുക. അപ്പൊ അപ്പൂപ്പൻ്റെ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഫാമിലിയിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് ഡോക്ടറാണെന്ന്. അത് ആദ്യം മക്കളിലാ നോക്കിയത്. അപ്പൊ അവരാരും അതിൽ ഇൻട്രസ്റ്റിലായിരുന്നു. പിന്നെ പേരക്കുട്ടികളെ, അപ്പൊ അതില് ഞാനാണ് അത് സാധിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അപ്പൊ വച്ച് കഴിഞ്ഞിട്ടാണ് മാത്രം. പക്ഷെ എനിക്കൊന്ന് ഒബ്വിയസ്ലി ഇപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അവർക്കെല്ലാം ഫീൽ ചെയ്യുന്നുണ്ടാവും, അതിൽ അവർ സന്തോഷിക്കുന്നുവെന്ന് വിചാരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഇത് ഭയങ്കര വലിയ, എല്ലാ കുട്ടികൾക്കുള്ള ഭയങ്കര വലിയൊരു കൺഫ്യൂഷൻ. അങ്ങനെ +2 പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് കിട്ടുമോ, അത് കിട്ടൂല എന്ന് തന്നെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട് നമുക്ക്. എസ്പെഷ്യലി അതായത് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കുന്നു, എന്നിട്ട് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഇത് എല്ലാം കൂടി എങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പറ്റി, അല്ലെങ്കിൽ എങ്ങനെയാ ഇത് സത്യത്തിൽ എങ്ങനെ നേടിയെടുത്തത്? സത്യം പറഞ്ഞാൽ നീറ്റിൽ ഭയങ്കര വലിയ കാര്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ പേടിക്കാതെ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ക്രാഷ് നടക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു റൂട്ടീൻ, എങ്ങനെയാ പഠിച്ച്? അതെല്ലാം സൈലം എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കിയായിരുന്നു അതുപോലെ ഞാൻ പഠിച്ചത്. അതായത് എനിക്കിപ്പോഴും ക്രാഷിന് നമ്മളിങ്ങനെ രാവിലെ ഇപ്പൊ എണീക്കുന്നു, ഇത്ര സമയം പഠിക്കുന്നു, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അതിനുശേഷം സെൽഫായിട്ട് വർക്ക് ചെയ്യുന്നു, ആ ടൈം ടേബിൾ എക്സാക്ട് അതുപോലെ ഫോളോ ചെയ്തു. കാരണം ഈ ക്രാഷിനൊക്കെ മുമ്പായിട്ട് ശ്രുതി മാം ടൈം ടേബിൾ സെറ്റ് ചെയ്യുക അതെല്ലാം നമുക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ് തന്നു. അപ്പൊ ഇനി അത് നമ്മൾ അനുസരിച്ച് നമ്മളെ തന്നെ വിശ്വസിച്ചങ്ങ് മുന്നോട്ട് പോവാ. അപ്പൊ ഫുൾ ടൈം ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ ക്രാഷ് പ്രോഗ്രാമിന്റെ സമയത്ത് അങ്ങനെ അങ്ങിരുന്നു അല്ലെ? ഇതിൽ എന്നിട്ട് ഇപ്പൊ കുറെ മറ്റു കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു റിപ്പീറ്റേഴ്സിനേക്കാളും ദേവിയെ വ്യത്യസ്തയാക്കുന്നതെന്ന് പറഞ്ഞാൽ ദേവിയിൽ കുറെ പോർഷൻസ് ഡിലീറ്റഡ് ആണ്. ഇപ്പൊ ഇപ്രാവശ്യമുള്ള നീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് കുറെ പോർഷൻസ് ഡിലീറ്റഡ് ആണ്, പക്ഷെ കഴിഞ്ഞ വർഷം ഡിലീറ്റഡ് ആയിരുന്നില്ല. ദേവി അതെങ്ങനെ മേക്കപ്പ് ചെയ്തു? കാരണം +2 പഠിക്കാത്ത കുറെ ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ +1 പഠിക്കാത്ത ചാപ്റ്റേഴ്സ് ഇതിനു വേണ്ടി എങ്ങനെ മേക്കപ്പ് ചെയ്തു? അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഡിലീറ്റഡ് ആണെന്ന് ഓൾറെഡി ടീച്ചേഴ്സിന് അറിയാം. അപ്പൊ അതനുസരിച്ചാണ് അവർ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നതും. അപ്പം ഞാൻ അത് വലിയ കാര്യമായിട്ട് ഞങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഭയങ്കര ഫോക്കസ് ചെയ്തില്ല. മറ്റേ ചാപ്റ്റേഴ്സ് ഒന്നും വിടാതെ പഠിച്ചിട്ട് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പഠിച്ചെടുത്തു. ഓക്കെ, അപ്പൊ എനിക്കതൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് എന്തായാലും ക്രാഷ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിക്കും. നീറ്റ് എക്സാമിനേഷൻ ഹാളിൽ എന്താ അവസ്ഥ? ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് പോയിട്ട് പരീക്ഷ എഴുതും, അത് ഭയങ്കര കാം ആൻഡ് ചില്ലായിട്ട്? എനിക്ക് എക്സാമിൻ്റെ 2-3 ആഴ്ചയൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷെ എക്സാമിൻ്റെ ഹാളിൽ കയറി കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, ഞാനിപ്പോൾ റിപ്പീറ്റ് ഒന്നുമല്ലല്ലോ, 2-3 വർഷം കൂടി പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഭയങ്കര ചില്ലായിട്ടാണ് പോയി എഴുതിയത്. അത് അത്രയും കാമായതുകൊണ്ട് തന്നെ എനിക്ക് അപ്പോൾ ആലോചിച്ചെടുക്കാനും എന്തെങ്കിലും നമ്മളിപ്പോ ഭയങ്കര ടെൻസ്ഡ് ആണെങ്കിൽ നമ്മൾക്ക് പഠിച്ചതെല്ലാം മറന്നു. അപ്പൊ അതൊന്നും നമുക്ക് കിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കാമായിട്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം കിട്ടും. നമുക്ക് അപ്പൊ ഇങ്ങനെ കുറെ ആലോചിച്ചെടുക്കാൻ പറ്റും. ടെൻഷൻ അടിച്ചാലേ അതൊക്കെ പോകുന്നു. അതായത് +2 പഠിക്കുന്ന കുട്ടികള് ഓൾവേസ് വർത്ത് ഓഫ് ട്രൈയിങ് ആണ് നീറ്റ് എക്സാം എന്ന് പറയുന്നത് അല്ലേ? ഒരു
ഒന്ന് കറക്റ്റ് ആയിട്ട് ഒരു പ്ലാനിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ദേവി നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതല്ലാതെ ദേവി വേറെ, അതായത് എക്സാമിനേഷൻ ഹാളിൽ ഒന്ന് കൂളായിരുന്നു, അത് ദേവി എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറെ ചാപ്റ്റേഴ്സ് ഈ പറഞ്ഞ പോലെ ഡിലീറ്റഡ് പോർഷൻസിന്റെ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ ഇത് കൂടുതൽ നന്നായി ചെയ്തു. അതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ എക്സാം എഴുതുമ്പോൾ ഏതെങ്കിലും ഒരു പാറ്റേണോ ഏതെങ്കിലും ഒരു സബ്ജക്ട് അങ്ങനെ എന്തെങ്കിലും ചോയ്സ് വെച്ചിട്ടുണ്ടോ, ആദ്യം ഇത് എഴുതണം? ഞാൻ ആദ്യം ബയോളജി തന്നെയാണ് തുടങ്ങിയത്. കാരണം നമുക്ക് അറിയാവുന്ന കുറെ എഴുതി കഴിയുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ്, ഇത്ര എനിക്ക് എഴുതാൻ പറ്റി, അപ്പൊ പിന്നെ എനിക്ക് ഇനിയും പറ്റുമെന്നുള്ളൊരു മോട്ടിവേഷൻ പോലെയാണത്. അപ്പൊ ആദ്യം ഞാൻ ബയോളജിയാണ് അറ്റൻഡ് ചെയ്തത്. അപ്പൊ എനിക്ക് കുറെ കിട്ടി. പിന്നെ ആദ്യം ഈസി ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്തു പോവുക. എന്നിട്ട് പിന്നെ 2-3 റൗണ്ട് ആയിട്ടാണ് ഇതിനുള്ള എല്ലാ ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം പറഞ്ഞു തന്നതും സൈലം തന്നെയാണ്. ഞാൻ ഒരു നീറ്റ് എങ്ങനെ ഫേസ് ചെയ്യണം ഒരു ഇതും ഇല്ലാതെയാണ് പോകുന്നത്. അവിടെ പോയിട്ട് എല്ലാം പറഞ്ഞു തരുന്ന ടീച്ചേഴ്സ് തന്നെയാണ്. അത് അതുപോലെ ഫോളോ ചെയ്തു അല്ലേ? അത് എല്ലാം അവര് പറയുന്നത് പോലെ തന്നെ ചെയ്തു. ഒരു അങ്ങനെ എന്റേതായിട്ട് ഞാൻ പുതിയ ടിപ്സോ ഒന്നുമില്ല, എല്ലാം അവരെ പറഞ്ഞു തന്നത് തന്നെ ഞാൻ ബയോളജി ടൈം മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റിയത്? മാനേജ്മെന്റ് കുഴപ്പമില്ലായിരുന്നു, കുഴപ്പമില്ലാതെ തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി. കാരണം നമുക്ക് ഇവര് മോക്ക് ടെസ്റ്റ് കുറെ ചെയ്യിപ്പിച്ചായിരുന്നു. അവസാനത്തെ 2 വീക്ക് ഫുൾ അത് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് ഡെയിലി ടെസ്റ്റ് ഉണ്ട്, പിന്നെ വീക്ക്ലി ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് എല്ലാം എഴുതി വന്നപ്പോ തന്നെ എല്ലാ ടെസ്റ്റും എഴുതിയോ ദേവി? ഒരു ടെസ്റ്റ് മാറ്റം. അപ്പൊ ആ ടെസ്റ്റിന് ആദ്യമേ നല്ല നല്ല മാർക്ക് വന്നോ അതോ കുറേ? ആദ്യമൊക്കെ നല്ല മോശമായിരുന്നു. എന്നിട്ടും അപ്പൊ മോശമാകുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷമം ഉണ്ടാകും, അത് ഇനി ഞാൻ ഇത് എഴുതുന്നില്ല അങ്ങനെയൊന്നും തീരുമാനിക്കാത്ത എന്തായിരുന്നു? ലൈക്ക് എന്താ തീരുമാനിക്കാത്തത്? എന്തായിരുന്നു അതിന്റെ മോട്ടിവേഷൻ ഇനി എഴുതണം എന്നുള്ളത്? ഇത് എന്റെ ഫാമിലിയിൽ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അത് എനിക്ക് ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് ഞാനിപ്പോ തോച്ച് കഴിഞ്ഞാൽ തന്നെ അത് കുഴപ്പമില്ല, നമുക്ക് ഇനിയും ചെയ്യാം, ഫെയിലിയർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഓഫ് സക്സസ്, അത് എനിക്ക് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ അവരുടെ ആ ഭയങ്കര സപ്പോർട്ടാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. അപ്പൊ ദേവിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികളെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം. ദേവിയുടെ ഏറ്റവും സ്ട്രോങ് സബ്ജക്ട് ഏതായിരുന്നു +2 പഠിക്കുന്ന സമയത്ത്? ഓഫ്കോഴ്സ് ബയോളജി ആയിരുന്നു. ബയോളജി, എസ്പെഷ്യലി സുവോളജി. സുവോളജി അത് അപ്പം തന്നെ ഫുള്ള് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിച്ച് അങ്ങനെ കവർ ചെയ്യുമായിരുന്നു. ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത സബ്ജക്ട് ഏതാ? അതൊരു പക്ഷേ കെമിസ്ട്രി, ഓർഗാനിക് ആയിരിക്കും. കാരണം കെമിസ്ട്രി സ്കൂളിൽ പഠിക്കുന്ന പോലെയല്ല, അത് നമ്മൾ വേറൊരു സ്ട്രാറ്റജി വെച്ച് വേണം നീറ്റിന് വേണ്ടി പഠിക്കാൻ. അപ്പോൾ അത് മനസ്സിലാക്കുന്നത് ക്രാഷ് കോഴ്സ് ഏകദേശം ഹാഫ് ആയപ്പോഴാണ്. പക്ഷേ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതൊക്കെ വെച്ച് എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. അവർ തന്നെ പറഞ്ഞു തന്നു ഇത് ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തന്നു. എന്നിട്ട് മൈൻഡ് മാപ്പ് ഒക്കെ വെച്ച് എനിക്കൊന്ന് മൈൻഡ് മാപ്പ്, ഓർഗാനിക് കെമിസ്ട്രിയുടെ മൈൻഡ് മാപ്പിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കൊടുത്ത് അത് മുഴുവനായിട്ട് പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ അത് തന്നെയാണ് ഓർഗാനിക് കെമിസ്ട്രീന് സ്വീകരിച്ച മെത്തേഡ്. അതെ, ഞാൻ മൈൻഡ് മാപ്പ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ മൈൻഡ് മാപ്പ് തന്നെ ഫോളോ ചെയ്തു, ടീച്ചേഴ്സ് പറയുന്ന സ്ലൈഡ്സ് എല്ലാം ഫോളോ ചെയ്തിട്ട് തന്നെയാണ് അതിൽ പഠിച്ചിട്ടുള്ളത്. പിന്നെ അപ്പൊ ഞാൻ ശരിക്കും ഈ ഡിഫിക്കൽട്ട് സബ്ജക്ട് ഏതാന്ന് ചോദിച്ചപ്പോ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഉത്തരം ഫിസിക്സ് ആണെന്നാണ്. ഫിസിക്സ് എങ്ങനെയാ മാനേജ് ചെയ്തത്? ഫിസിക്സ് ഞാൻ ക്രാഷ് കോഴ്സ് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഫിസിക്സ് ഭയങ്കര പാടായിരുന്നു. പക്ഷെ പിന്നെ പഠിപ്പിക്കുന്നതൊക്കെ നല്ലോണം മനസ്സിലാക്കി തരുമായിരുന്നു സാറ്. അപ്പം അത് മനസ്സിലായി തുടങ്ങിയപ്പോൾ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ എളുപ്പമായി. പിന്നെ അത് ചെയ്ത് വന്നപ്പോൾ ഫിസിക്സ് പ്രശ്നമില്ലാതായി. പിന്നെ പാഴായിട്ട് വന്നത് കെമിസ്ട്രി, ഓർഗാനിക്. അത് നമ്മൾ ഇതുവരെ പഠിക്കാത്ത ഒരു രീതി മാറ്റി പഠിക്കും. അതായത് സ്കൂളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു രീതിയിൽ നിന്ന് ഒരു മാറ്റം ഉള്ളത് കൊണ്ടാണ് നമുക്കത് പെട്ടെന്ന് ഇങ്ങനെ സീരീസ് ഒക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ചെറുതായിട്ട് നമ്മളൊന്ന് ടെൻഷനായി പോകും അല്ലെ? അപ്പൊ ഫിസിക്സ്, സുവോളജി, ബോട്ടണി തരക്കേടില്ലാതെ അതായത് സുവോളജി പോലെ തന്നെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റി. ഇപ്പം +2 പഠിക്കുന്ന കുട്ടികള് ഇപ്പൊ നീറ്റിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അവരെല്ലാം മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഞാൻ +2 കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും റിപ്പീറ്റ് ചെയ്തോളാന്നായിരിക്കും. മെജോറിറ്റി കുട്ടികളും ചിലപ്പോൾ വീട്ടിലും പറഞ്ഞു വെച്ചിട്ടുണ്ടാവുക, ഓക്കെ ഞാൻ അടുത്ത വർഷം റിപ്പീറ്റിന് ചെയ്തോളൂ, എനിക്ക് ഡോക്ടർ ആവണം. അവർക്ക് എന്താണ് ദേവിക്ക് പറയാനുള്ളത് അവരോട്? ഞാനും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഇൻസ്പിറേഷൻ പെട്ടെന്ന് വന്നപ്പോൾ അത് വെച്ച് അങ്ങ് പഠിച്ചു. അപ്പം ആ ഒരു തീ ഉള്ളിലുള്ളപ്പോൾ നമ്മൾ പഠിക്കും. അപ്പൊ അത് അത്രയും പഠിച്ചാൽ മതി. നമ്മൾ ആക്ച്വലി നമ്മുടെ ഒരു ലേസിനെസ് ആണ് നമുക്ക് ഇത് ഒന്ന് തുടങ്ങണല്ലേ, സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതെ, അപ്പം അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും. എക്സാക്ട്ലി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം +2 പഠിക്കുന്നവര് ഇപ്പോഴേ ഈ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ
നല്ല രീതിയിൽ തന്നെ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് അതായത് +2 എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ദേവി ക്രാഷില് എഫക്ട് അല്ലെ വളരെ ആക്റ്റീവായിട്ട് എഫക്റ്റീവായിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ നമ്മളെ കാണുന്ന ഇപ്പൊ +2 കുട്ടികൾ ഇപ്പോഴേ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറെ കൂടി അവർക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് കുറെ കൂടി ബേസ് ഒക്കെ ക്ലിയർ ചെയ്യുന്ന രീതിയിലേക്ക് അവർക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ ദേവിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ദേവിക്ക് ശരിക്കും ഷെയർ ചെയ്യാനുണ്ട്. കാരണം ഓരോ ദിവസവും ദേവി എങ്ങനെയാണ് പഠിച്ചത്, ഓരോ ദിവസവും എങ്ങനെ ഫോളോ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ദേവിക്ക് പങ്കുവെക്കാനുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ദേവിയിലൂടെ നമ്മൾ കേട്ടിരിക്കുന്നത് നമുക്ക് അതിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഡിസയർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് അതിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ടൈം എന്ന് പറയുന്നത് ടൈം മാത്രമല്ല, നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ദേവി നമ്മളോട് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ദേവിയെ പോലെ 1 വർഷം മുന്നെയാണ് ദേവി +2 പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരോട് എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം അല്ലെ. നമ്മൾ +2 പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ട്രൈ ചെയ്യുക. നിങ്ങളുടെ സബ്ജക്റ്റുകളെയൊക്കെ കാറ്റഗറൈസ് ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. ഓരോരുത്തർക്കും പഠിക്കാൻ ഓരോ സ്ട്രാറ്റജി ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ സ്ട്രോങ് വീക്ക് സബ്ജക്ട് ഏതാണെന്ന് ദേവിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എനിക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് അറിയാന്നുള്ളത് ദേവിക്ക് അറിയാം. സുവോളജി ഓൾമോസ്റ്റ് ഓക്കെ ആയിരുന്നു ദേവി. ഓർഗാനിക്കിലാണ് വീക്ക്. ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഏരിയാസ് മനസ്സിലാക്കുക, സ്ട്രോങ് വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് പഠിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും ചെയ്യുക. ഓക്കെ, സോ എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പൊ നമുക്കിത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.